ആരോഗ്യ മേഖലയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ഒരു ചികിത്സ കിട്ടണമെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പോവുക തന്നെ വേണം. അതല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സിക്കാനൊന്നും പാവപ്പെട്ടവരെ കൊണ്ട് സാധിക്കില്ല. അവരെ സംബന്ധിച്ച് സർക്കാർ ആശുപത്രികൾ തന്നെയാണ് അവസാനത്തെ ആശ്രയം. എന്നാൽ ഈ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ തരം താഴ്ത്തി കാണിക്കുന്നൊരു സമീപനം ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ബിൽഡിങ് തകർന്നു വീഴുകയും അതിന് മുമ്പ് ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ കൂട്ടി വായിച്ച് സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ളൊരു ശ്രമം പലയിടത്തും നടക്കുന്നുണ്ട്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഈ സർക്കാർ ആശുപത്രികളെ നല്ല രീതിയിൽ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഈ ഉന്നത ഉദ്യോഗസ്ഥരും നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെയാണ്. അവരൊക്കെ മാതൃകയാക്കേണ്ട സർക്കാർ ആശുപത്രികൾ അവർ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു പ്രമുഖ നേതാവ് പറഞ്ഞു, ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു ന്യൂരോവിജ്ഞാനവും അറിവുമൊക്കെയുള്ളൊരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഒരു വിടുവായത്തം അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തം വിളിച്ച് പറയരുത്. നമ്മുടെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം തന്നെ നേതാക്കൾ അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് എന്ത് അസുഖം വന്നാലും, എത്ര ചെറിയ ചികിത്സയോ എത്ര വലിയ ചികിത്സയായിക്കോട്ടെ, എന്ത് അസുഖം വന്നാലും അവർ സർക്കാർ ആശുപത്രികളിൽ തന്നെ പോകണം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയല്ല വേണ്ടത്, സർക്കാർ ആശുപത്രിക്ക് പോയി ചികിത്സിക്കാനുള്ള സന്മനസ്സ് കാട്ടണം. കാരണം അവരതിലുള്ള വിശ്വാസം ഉയർത്തി കാട്ടുമ്പോഴാണ് സാധാരണക്കാർക്കും നിങ്ങൾക്ക് അവിടെ പോയാൽ നല്ല ചികിത്സ ലഭിക്കുമെന്നൊരു ഉത്തമ വിശ്വാസം ഉണ്ടാകുന്നത്. അതായത് പാവപ്പെട്ടവരെ മാത്രം അങ്ങോട്ട് തള്ളിവിടുമ്പോൾ അവർക്കൊരു നിർവാഹവുമില്ലാതെ അവർ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നു. എന്നാൽ അവരെ ജയിപ്പിച്ച് വിട്ട വലിയ മന്ത്രിമാരും MLA മാരും MP മാരും ഒക്കെ ആയവർ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സിക്കുമ്പോൾ അവർ കാണിക്കുന്ന അനീതി ഈ പാവപ്പെട്ട ജനങ്ങളോട് തന്നെയാണ്. അവിടെ പോയാൽ ഞങ്ങൾക്ക് നല്ല ചികിത്സ ലഭിക്കില്ല, അവിടെ പോയാൽ ചിലപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവം ആദ്യമേ തന്നെ അവർ മാറ്റിയെടുക്കണം. അങ്ങനെ അവർ മാറ്റിയെടുത്താൽ മാത്രമേ മറ്റുള്ളവർക്കും തങ്ങളുടെ സർക്കാർ ആശുപത്രികളിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അവിടെ നല്ല മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ വേണ്ടതെല്ലാം ചെയ്യാൻ സർക്കാരുകൾ തയ്യാറാകണം. ഓരോ കാലത്തും വരുന്ന സർക്കാരുകൾ തയ്യാറാകണം. വേണ്ട മരുന്നുകളും വേണ്ട ചികിത്സാ രീതികൾ, ശസ്ത്രക്രിയാ രീതികളും എല്ലാം സാധാരണക്കാർക്ക് നടപ്പാക്കാൻ കഴിയുന്ന പ്രവർത്തനം അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് നടപ്പാക്കണം.